വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ആയിട്ട് പല പരിപാടികളും ഓർഗനൈസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികള് കൂപ്പൺ വിറ്റും പിരിവ് നടത്തിയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പം ഇതൊരു പ്രൊഫഷണൽ കോളേജ് ആയതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യാറ്. സമയമായിക്കോട്ടെ, ചിലപ്പോൾ 1-2 പരിപാടികളെ കാണുള്ളൂ ഒരു വർഷത്തില്. അപ്പം അതിനു പോലും എതിരെ നിൽക്കുന്ന ഒരു ഓർഡറാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആ ഓർഡർ ഒന്ന് വായിക്കാം. കേരള കാർഷിക സർവകലാശാല കോളേജുകളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടികൾ ചെലവ് കുറഞ്ഞതും ഉദ്ദേശബോധ്യത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും സംഘടിപ്പിക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എല്ലാ കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആവശ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സംഘടിപ്പിക്കണം. അനാവശ്യവും അമിതവുമായ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉയർന്ന പ്രതിഫലം ഈടാക്കുന്ന ബാൻഡുകൾ, DJ, മറ്റ് സമാന വിനോദ പരിപാടികൾ എന്നിവയ്ക്കായി സർവകലാശാലയുടെയോ വിദ്യാർത്ഥികളുടെയോ സാമ്പത്തിക വിഹിതം അനാവശ്യമായി വിനിയോഗിക്കാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക, വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികളും സർവകലാശാലയുടെ നിലവിലുള്ള ചട്ടങ്ങളും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. മേൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കോളേജുകളെയും വിദ്യാർത്ഥികളെയും ശ്രദ്ധയിൽപ്പെടുത്തി കർശനമായി പാലിക്കുന്നതിനാവശ്യമായ നടപടികൾ കോളേജ് മേധാവികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. പുറത്തുള്ള പല കോളേജുകളിലും പരിപാടികൾ നടക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, ഇവിടെ എന്താണ് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ നടത്തിക്കൂടാന്ന്. അപ്പം ഇതിനുള്ള പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ വിദ്യാർത്ഥികൾ അകമൊഴിഞ്ഞ് ഇതിന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെന്താണ്, ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സെൻട്രൽ ഓഡിറ്റോറിയത്തിന്റെ ഫീസ് അവർ 33,000 ആയിട്ട് ഉയർത്തി. 7,500 ഉണ്ടായിരുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനല്ലെങ്കിൽ ഈ സെൻട്രൽ ഓഡിറ്റോറിയം ഇവിടെ എന്തിനാണ് പണിതത്? അത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ്, അല്ലേ? നിങ്ങളെ ഓരോരുത്തരും പറയണം. എല്ലാ കോളേജുകളിലും ഇവിടെ പരിപാടി നടത്താറുണ്ട്. വർഷത്തിൽ 1-2 പരിപാടികൾ. അതിന് ഒരു 33,000 രൂപ വേണമെന്നാണ് പറയുന്നത്. ഇതെവിടത്തെ ന്യായമാണ്? ഇനി അതേപോലെ നമ്മളിവിടെ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ ഇതേ സ്ക്രീനില് ഫിഫ ലോകകപ്പിന്റെ ഫൈനൽസ് സ്ക്രീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. മാത്രമല്ല തൊട്ടടുത്ത ദിവസം കേരള സർക്കാർ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അവധിയും നൽകിയിരുന്നു ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ നോക്കിയപ്പോ നമുക്ക് അതിനുള്ള അവസരം അവർ ഒരുക്കി തന്നില്ല. അതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്.